വാടാനപ്പള്ളി പഞ്ചായത്തിലെ തീരദേശത്ത് കടലേറ്റം രൂക്ഷം. പൊക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കടലേറ്റത്തെ തുടർന്ന് തെങ്ങുകൾ കടപുഴകി വീണു. പലയിടത്തും സീവേൾ റോഡിന്റെ പകുതിയോളം തിരയടിച്ച് തകർന്ന നിലയിലാണ്. വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ മൺവരമ്പുകൾ തീർത്താണ് തടയിടുന്നത്. 300 മീറ്ററോളം കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. വിഷയത്തിൽ നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അവഗണിക്കുകയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ വീടൊക്കെ വെള്ളടിച്ചു പോകില്ലേ, ഇവിടെ ഇനിയും കടലാക്രമണം രൂക്ഷമായാൽ നിരവധി വീടുകളിൽ വെള്ളം കയറി താമസയോഗ്യമല്ലാതാകുമെന്നും തീരദേശത്തോട് ചേർന്നുള്ള വീടുകൾ നിലംപൊത്തുമെന്ന അവസ്ഥയാണെന്നും സമീപവാസികൾ ചൂണ്ടിക്കാട്ടി. അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് പഞ്ചായത്ത് അംഗം നൌഫൽ വലിയകത്ത് പറഞ്ഞു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഭദ്രപ്പള്ളി മുതൽ ഫസൽ നഗർ വരെ വളരെ രൂക്ഷമായ കടൽക്ഷോഭം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ തീരത്തെ സംരക്ഷിക്കുന്നു, ഇവരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിച്ചുകൊണ്ട് ഒരു സംരക്ഷണം നൽകണമെന്നും. ഇന്നിപ്പോ 2-3 ദിവസമായിട്ടുള്ള ഈ ഒരു ഇതില് ഈ റോഡ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ളത്. ഇവിടെ ഈ റോഡ് കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു കുടിവെള്ളത്തിന്റെ വെള്ളം വണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ വേറൊരു വഴി ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഇവിടുത്തെ അധികാരികൾ കാണേണ്ടതുണ്ട്. എല്ലാ പ്രാവശ്യവും ഒന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത്തവണയും അധികാരികൾ വന്നിട്ട് സന്ദർശിച്ച് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടത് ഇതിനൊരു ഉത്തമ പരിഹാരമാണ്. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ സുധർമൻ, ഷെറീന ഷഫീർ, വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV തൃപ്രയാർ.